Today we will discuss the topic factors influencing buying behavior. Consumer behavior ne affect ചെയ്യുന്ന factors അല്ലെങ്കിൽ buying behavior ne affect ചെയ്യുന്ന factors. Buying behavior is very important in relation to an organization's decisions relating to distribution, making of a product and all the activities of an organization. ഓർഗനൈസേഷൻ്റെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടറാണ് കൺസ്യൂമർ ബിഹേവിയർ ഓർ ബൈയിങ് ബിഹേവിയർ. കൺസ്യൂമേഴ്സ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് എ പ്രോഡക്റ്റ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതെല്ലാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ബൈയിങ് ബിഹേവിയർ ആൻഡ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൈയിങ് ബിഹേവിയർ. ഇത് കൺസ്യൂമറിൻ്റെ ബിഹേവിയർ, അയാളുടെ ഒരു സാധനം വാങ്ങിക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ആ ആറ്റിറ്റ്യൂഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. വൈ എ പേഴ്സൺ പർച്ചേസിങ് സംതിങ് ലൈക്ക് ദിസ് ഓർ ഫ്രം ഓർ എവിടെ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്നു എന്നുള്ളതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ പ്രോഡക്ട്സ് ആ ഒരു രീതിയിൽ അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റൂ. അപ്പോൾ ഒരാൾ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു എന്ന്, അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ, കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് സ്റ്റഡി ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഓർഗനൈസേഷന് അങ്ങനെ ആ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ മനസ്സിലാക്കി അതിനോട് പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ആ ഒരു രീതിയിൽ അവരിലേക്ക് എത്തിക്കാൻ, അല്ലെ അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച്, കൾച്ചർ അനുസരിച്ച്, സൈക്കോളജിക്കൽ ചേഞ്ചസ് അനുസരിച്ച് അങ്ങനെയുള്ള പ്രോഡക്റ്റ് അവരിലേക്ക് എത്തിക്കാനും സാധിക്കും. അതിനുവേണ്ടിയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈയിങ് ബിഹേവിയർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. മേജർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈയിങ് ബിഹേവിയർ മെയിനായിട്ട് നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കൾച്ചർ, സബ് കൾച്ചർ, സോഷ്യൽ ക്ലാസ് ആൻഡ് സോഷ്യൽ ക്ലാസ്, ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. കൾച്ചർ എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലാണോ അവർ ജനറലി ഒരു സിറ്റുവേഷൻ, ഒരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്നെങ്കിൽ ആ എൻവയോൺമെൻറ്റിനെ ടോട്ടലി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കൾച്ചറായിട്ട് എന്ന് പറയാം. നമ്മൾ ജീവിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ഓർ നമ്മൾ ജീവിക്കുന്ന ഒരു സോഷ്യൽ ക്ലാസ് ടോട്ടാലിറ്റി ഇറ്റ് ഈസ് കൾച്ചർ. ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കൾച്ചർ അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കൾച്ചറും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓൺ ദ ബേസ് ഓഫ് സ്റ്റേറ്റ് വൈസ് അല്ലെ ഗ്രൂപ്പ് വൈസ്, ജിയോഗ്രാഫിക്കൽ റീജിയൻ വൈസ്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള കൾച്ചറും കേരളത്തിലുള്ള കൾച്ചറും ക്ലോത്തിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ആ കൾച്ചറൽ ഡിഫറൻസ് സബ് കൾച്ചറായിട്ട് പറയാം. അപ്പം കുറച്ചും കൂടെ ചെറിയ ഗ്രൂപ്പ് ആകുമ്പോൾ സബ് കൾച്ചർ പറയാം. സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പല അതെല്ലാം നമുക്ക് വേറെ വേറെ ഡിവിഷൻസിൽ പറയാമെങ്കിലും ഓരോ ഡിവിഷനും നമുക്ക് വാട്ടർ ടൈപ്പ് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് ഓരോ ഇപ്പോൾ അപ്പർ ലെവൽ, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, അങ്ങനെ കുറച്ച് പിന്നെ സ്റ്റാറ്റസ് അല്ലെ അവരുടെ ഇൻകം ലെവൽ, ഫാമിലി ഇൻകം ലെവൽ അനുസരിച്ച് സോഷ്യൽ ക്ലാസ് നമുക്ക് പറയാം. അങ്ങനെയുള്ള ഡിവിഷനിൽ പല പല പിന്നെ നീഡ്സ് ആയിരിക്കും, പല ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. പലരും ലോവർ ലെവലിലുള്ള ആൾക്കാർ പിന്നീട് ഹയർ ലെവലിലേക്ക് വരും. അപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ ഓരോ ആൾക്കാരുടെ ബൈയിങ് ബിഹേവിയർ, കൾച്ചറിനെ അഫക്റ്റ് ചെയ്ത് ബൈയിങ് ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ അത് ക്ലോത്തിൻ്റെ കാര്യത്തിലാവാം, ഫുഡിൻ്റെ കാര്യത്തിലാവാം, ഹോം അപ്ലയൻസസിൻ്റെ കാര്യത്തിലാവാം, അങ്ങനെ പല കാര്യങ്ങളുടെ കേസിലും ഈ കൾച്ചറൽ ഡിഫറൻസസ് അഫക്റ്റ് ചെയ്യും. ജനറൽ കൾച്ചർ, സബ് കൾച്ചർ ആൻഡ് സോഷ്യൽ ക്ലാസസ്, അതാണ് കൾച്ചറൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫാമിലി, റെഫറൻസ് ഗ്രൂപ്പ് ആൻഡ് റോൾ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ, അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോഷ്യൽ ഫാക്ടേഴ്സ്, ഫാമിലി, ഒരു ഫാമിലിയിലുള്ള പഴയ കൂട്ടുകുടുംബം പോലുള്ള ഒരു ഫാമിലി, അതല്ല പിന്നെ നമ്മുടെ സോഷ്യൽ ക്ലാസ്സിനകത്ത് നമുക്കത് പറയാവുന്നതാണ്. നമ്മൾ ഈ അഗ്രഹാരങ്ങൾ, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുന്നു. അപ്പോൾ ആ അടുത്തടുത്ത വീടുകളായിട്ട് അങ്ങനെ താമസിക്കുന്നു. അപ്പോൾ ആ ഒരു ഏരിയയിൽ വാങ്ങിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ബൈയിങ് ബിഹേവിയർ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൈയിങ് ബിഹേവിയർ ഡിവൈഡ് ചെയ്യാവുന്നതാണ്.
റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈച്ച് പേഴ്സൺ ഈസ് എ മെമ്പർ ഓഫ് സം ഗ്രൂപ്പ്സ് ഓർ ഗ്രൂപ്പ്സ് ഔട്ട്സൈഡ് ദ ഫാമിലി സർക്കിളിൽ അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് അവർ നമ്മുടെ പർച്ചേസ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യാവുന്നതാണ്. ഫാമിലിയിൽ അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ രീതികളനുസരിച്ചായിരിക്കും നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത്. ഫാമിലിയിലെ ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് അനുസരിച്ചായിരിക്കും, അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചായിരിക്കും മെയിൻലി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതിനപ്പുറം പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മുടെ കൊളീഗ്സിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതാണ് റെഫറൻസ് ഗ്രൂപ്പ്. നമ്മൾ കൂടുതൽ ചോദിക്കുന്ന ആൾക്കാർ റെഫർ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ്, അതാണ് റെഫറൻസ് ഗ്രൂപ്പ്. നെക്സ്റ്റ് ഈസ് റോൾ ആൻഡ് സ്റ്റാറ്റസ്. മനുഷ്യൻ്റെ റോൾ, നമ്മളുടെ കിട്ടിയ ജോലി അല്ലെങ്കിൽ അയാളുടെ സ്റ്റാറ്റസ്, അവരുടെ ലിവിങ് സ്റ്റാറ്റസ് എങ്ങനെയാണ്, നമ്മളൊരു ഏത് സിറ്റുവേഷനിലാണോ ജീവിക്കുന്നത്, ഏത് തരം ഇൻകമാണ്, എത്രത്തോളം ഇൻകമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഏത് തരം സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യും. അതാണ് റോൾ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ. സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫാമിലി, റെഫറൻസ് ഗ്രൂപ്പ് ആൻഡ് റോൾസ് ആൻഡ് സ്റ്റാറ്റസ്. നെക്സ്റ്റ് ഈസ് പേഴ്സണൽ ഫാക്ടേഴ്സ്. പേഴ്സണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏജ് ആൻഡ് ലൈഫ് സൈക്കിൾ, occupation, economic circumstances, lifestyle, personality and self-concept. ഏജ് ആൻഡ് സ്റ്റേജ് ഇൻ ലൈഫ് സൈക്കിൾ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതായത് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ജനനം മുതൽ ഇങ്ങനെ വലുതായി അത് മരിക്കുന്ന ആ ഒരു പ്രായമായി ആ ഒരു സ്റ്റേജ് വരെ. അപ്പോൾ ആ ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസ് വിൽ അഫക്റ്റ് ദ പേഴ്സൺസ് ബൈയിങ് ബിഹേവിയർ. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കത്തില്ല. കുറച്ച് ടീനേജ് ആകുമ്പോൾ, കുറച്ച് കഴിഞ്ഞ് പിന്നെ യൂത്ത് ആവുന്ന സമയത്ത് വേറെ ആയിരിക്കും ആഗ്രഹങ്ങളും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ മാറ്റമുണ്ടാകും. അപ്പോൾ ഒത്തിരി പ്രായമായി 70 വയസ്സായ ആൾക്കാരും പിന്നെ ഷവർമ കഴിക്കുമോ, അതുപോലെ തന്നെ ഒരു 16 വയസ്സായ കുട്ടിയും ഒരു 20-25 വയസ്സ് വരെ പിന്നീട് അത് ശരീരത്തിന് ദോഷമാണെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ കഴിക്കാതെ വരും. അപ്പോൾ അങ്ങനെ ഉള്ള ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ ഫർണിച്ചർ, റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ഈ 70 വയസ്സായ ആളും 25 വയസ്സായ ആളും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏജ് ആൻഡ് സ്റ്റേജസിന്, ഏത് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്, ഏത് ഏജിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബൈയിങ് ഹാബിറ്റിനെ, ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഏജ് ആൻഡ് സ്റ്റേജ് ഇൻ ലൈഫ് സൈക്കിൾ. നെക്സ്റ്റ് ഈസ് ഒക്യുപ്പേഷൻ, ഒരാളുടെ ഒക്യുപ്പേഷൻ. അതുപോലെ തന്നെ ഇക്കണോമിക് സർക്കംസ്റ്റാൻസസ്. ഒക്യുപ്പേഷൻ എന്ന് പറയുന്ന ഒരു ജോലി, അയാളിൽ നിന്ന് കിട്ടുന്ന ഇൻകം. അപ്പോൾ ആ ജോലി അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അയാൾ ഒരു ജോലിക്ക് വേണ്ടുന്ന ചില സാധനങ്ങളുണ്ടാവും, നിർബന്ധമായിട്ട് വാങ്ങിച്ചേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ, ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പം ഇവിടെ നമ്മുടെ ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഹാബിറ്റ്സ്, അവരുടെ റുട്ടീൻ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടുന്ന അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ചില കാര്യങ്ങൾ, ഫ്ലാറ്റിലായിരിക്കും ജീവിക്കുന്നത്, വേറെ പുറത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി വേറെ സ്ഥലത്ത് താമസിക്കുന്നവരായിരിക്കും സ്ഥിരമായിട്ട്. അപ്പോൾ അവർക്കൊക്കെ സ്ഥിരമായിട്ട് വേണ്ടുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ബൈയിങ് ഹാബിറ്റ്സ് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരികയും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒക്യുപ്പേഷൻ വിൽ ചേഞ്ച് എ പേഴ്സൺസ് ബൈയിങ് ബിഹേവിയർ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് പേഴ്സൺസ് ബൈയിങ് ബിഹേവിയർ. ആൻഡ് ഇക്കണോമിക് സർക്കംസ്റ്റാൻസസ് മീൻസ് അവരുടെ ഇൻകം ലെവൽ, സേവിങ്സ്, അതുപോലെ സ്പെൻഡിങ് ഹാബിറ്റ്സ്, ഇതെല്ലാം ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, നമ്മുടെ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിൽ കൂടുതൽ സേവിങ്സ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ ജീവിക്കുന്നിടത്താണ് നമ്മളെങ്കിൽ നമ്മൾക്കും സേവിങ്സ് മെൻറ്റാലിറ്റി കൂടുതലായിരിക്കും, നമ്മുടെ അപ്പോൾ സ്പെൻഡിങ് ഹാബിറ്റ്സ് കുറവായിരിക്കും. അങ്ങനെ പല ഡിഫറൻസും ഉണ്ട്, പല ഫാക്ടേഴ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ലൈഫ് സ്റ്റൈൽ, ഒരാളുടെ ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ അവരുടെ രാത്രിയിലായിരിക്കും അവരുടെ വർക്ക് നടക്കുന്നത്, പകൽ ഉറങ്ങുമായിരിക്കും. അങ്ങനെ ലൈഫ് സ്റ്റൈലിലുള്ള ഡിഫറൻസ് അഫക്റ്റ് ചെയ്യും. അത് വളരെ റിജിഡായിട്ട് ആലോചിച്ചാൽ, അല്ലാതെ വേഗമായിട്ട് ആലോചിച്ചാൽ, നമ്മൾ കൾച്ചറുമായിട്ട് ലിങ്ക് ചെയ്ത് പറഞ്ഞാൽ, പിന്നെ ബ്രാഹ്മിൻസ് കൂടുതൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി നോൺ വെജ് കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ മലപ്പുറം അങ്ങനെയുള്ള സ്ഥലത്ത് കൂടുതലായിട്ട് പർദ്ദയൊക്കെ ഉപയോഗിക്കുന്ന മുസ്ലിംസ് ഏരിയയിലുള്ളവർ, അവിടെ ഈ മറ്റുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് പർദ്ദയിൽ തന്നെ പല ഡീവിയേഷൻസ്, പല നല്ല ഭംഗിയുള്ള അങ്ങനെ പല ചേഞ്ചസ് വരുത്തി അത് അവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസേഷൻസ് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നല്ല പ്രോഡക്ട്സ് അവർ യഥാർത്ഥത്തിലുള്ള ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഇസ് പേഴ്സണാലിറ്റി, ഓരോ ആൾക്കാരുടെ പേഴ്സണാലിറ്റി, അത് വളരെ സ്ട്രിക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഇപ്പോൾ ഓരോ പേഴ്സൻ്റെയും എന്താണ് ഇക്കണോമിക് ഫാക്ടേഴ്സ് ഇൻകമാണ്, ഇൻകം ലെവലാണ്. അത് ഇതിൽ കാണിച്ചിട്ടില്ല. ഇക്കണോമിക് ഫാക്ടേഴ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നത് പേഴ്സണൽ ഇൻകം, ഫാമിലി ഇൻകം, കൺസ്യൂമർ ഇൻകം എക്സ്പെക്റ്റേഷൻ ആൻഡ് ലിക്വിഡ് അസറ്റ്സ് ഓഫ് കൺസ്യൂമർ ആൻഡ് കൺസ്യൂമർ ക്രെഡിറ്റ്, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. പേഴ്സണൽ ഇൻകം ഒരാളിൻ്റെ ഇൻകം, അതുപോലെ തന്നെ അയാളുടെ സ്വന്തം, നമ്മൾ നേരത്തെ ഓരോ പോയിന്റിൽ പറഞ്ഞതാണ്, അയാളുടെ ഇൻകം എത്രയുണ്ടോ അതിനനുസരിച്ച് വളരെ ലക്ഷറീസ് ഐറ്റം വാങ്ങിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സാധനം വാങ്ങിക്കാം, എല്ലാ രീതിയിലുള്ളതും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഫാമിലി ഇൻകം, ഫാമിലിയുടെ ഇൻകം അനുസരിച്ച് ഫാമിലിയുടെ നമ്മളോട് റെഫർ ചെയ്യുന്ന, നീ ഇന്ന സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്ന മാറ്റം ഉണ്ടാവും. കൺസ്യൂമർ ഇൻകം എക്സ്പെക്റ്റേഷൻ, ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയൊരു ജോലിക്ക് കിട്ടി പുറത്തോട്ട് പോകാൻ പോകുന്ന ആൾ അതേപോലുള്ള ഒരു ഇപ്പോൾ ഷർട്ട് വാങ്ങിക്കണമെങ്കിൽ അതേപോലുള്ളൊരു ഷർട്ടായിരിക്കും വാങ്ങിക്കുന്നത്. ആ ഒരു ജോലിക്ക് കയറണം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇനിയും ഭാവിയിൽ ഇൻകം ഉണ്ടാവും, അതുകൊണ്ട് ഇപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് ബുദ്ധിമുട്ടില്ല, ലോൺ എടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഭാവിയിലൊരു വലിയ ജോലി കിട്ടും. ഒരു റീസെൻ്റ് ഇപ്പോൾ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്, നമ്മളൊരു ലോണിന് അപ്ലൈ ചെയ്ത് ലോൺ എടുത്താൽ കുഴപ്പമൊന്നുമില്ല, ഉടനെ തന്നെ ജോലി സാലറി കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ആ പർച്ചേസ് വളരെ എന്താണ് ലക്ഷറീസ് പർച്ചേസ് ആവാം. അതുപോലെ തന്നെ ലിക്വിഡ് അസറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, അവൈലബിലിറ്റി ഓഫ് ലിക്വിഡ് അസറ്റ്സ് മീൻസ് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന അസറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ ലക്ഷറീസ് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാം. കൺസ്യൂമർ ക്രെഡിറ്റ്, അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, ഇതെല്ലാം ഇക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ട് പറയാം. നെക്സ്റ്റ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് ഒരാളിൻ്റെ പെർസെപ്ഷൻ, ഒരാളിൻ്റെ നോളജ്, പിന്നെ എന്താണ് ഇൻഫർമേഷൻ, അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷനെ എങ്ങനെ ഒരാൾ മനസ്സിലാക്കുന്നു. ഇപ്പം നമ്മളോട് ഒരാളൊരു ടി വി കൊള്ളാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങളും കൂടെ നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ ഇൻറ്റേർണൽ ഒരു മോട്ടീവുണ്ട്, നമുക്ക് ഇന്ന കാര്യമാണ് നമുക്ക് ആവശ്യമുണ്ട്, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യം. ആ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരാൾ പറഞ്ഞ ഇൻഫർമേഷനെ നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ നോളജാക്കി മാറ്റി അത് പെർസെപ്ഷനായി അവസാനം നമ്മുടെ ആറ്റിറ്റ്യൂഡാവും. അതായത് ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ അത് നോളജാവും, അത് നമ്മുടെ കാര്യങ്ങളും കൂടെ നമ്മുടെ ആവശ്യങ്ങളും കൂടെ നമ്മുടെ മനസ്സിലിട്ട് നമ്മളതിനെ ഒരു ആറ്റിറ്റ്യൂഡാക്കി അവസാനം മാറ്റി നമ്മളുടെ ബിഹേവിയറായിട്ട് മാറും. അതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പറയുന്നത്. ഒരു മനുഷ്യനെ നമ്മളിപ്പോൾ ഫാമിലിയിലുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്താലും, റെഫറൻസ് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്താലും, ജോലി ഇൻഫ്ലുവൻസ് ചെയ്താലും, സ്റ്റാറ്റസ് ഇൻഫ്ലുവൻസ് ചെയ്താലും, എന്ത് ചെയ്താലും അവനവൻ്റെ ആറ്റിറ്റ്യൂഡും അവനവൻ്റെ ഒരു മോട്ടീവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതുപോലെ ബിഹേവ് ചെയ്യാൻ പറ്റും. ഇപ്പം ചില ജോലിയിൽ എല്ലാവരും ഒരുപോലെ തന്നെ വാങ്ങിക്കണമെന്നില്ല, ഒരു സാധനം വാങ്ങിക്കണമെന്നില്ല. ചില ഇൻകം ലെവലിലുള്ളവരിൽ എല്ലാവരും ഒരേപോലെ തന്നെ സാലറി ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ അവരുടെ പെർസെപ്ഷൻ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയറൽ സൈക്കോളജിക്കൽ ആസ്പെക്റ്റും കൂടെ അഫക്റ്റ് ചെയ്താൽ മാത്രമേ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതും ഓർഗനൈസേഷനെ സംബന്ധിച്ച് സ്റ്റഡി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഇതിൽ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതോടെ കൂട്ടി നമ്മളൊരു 5 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, ഇക്കണോമിക് ഫാക്ടേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ അതിൽ ഡിവിഷൻസ് ഇങ്ങനെയാണ്: കൾച്ചർ, സബ് കൾച്ചർ ആൻഡ് സോഷ്യൽ ക്ലാസ് ഇൻ കൾച്ചറൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സിൽ റെഫറൻസ് ഗ്രൂപ്പ്, ഫാമിലി ആൻഡ് റോൾ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺസ്. പേഴ്സണൽ ഫാക്ടേഴ്സിൽ ഏജ് ആൻഡ് ലൈഫ് സൈക്കിൾ സ്റ്റേജ്, occupation, economic circumstances, lifestyle, personality and self-concept. നെക്സ്റ്റ് ഇസ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. അതിൽ പേഴ്സണൽ ഇൻകം, ഫാമിലി ഇൻകം, കൺസ്യൂമർ ഇൻകം എക്സ്പെക്റ്റേഷൻ, ലിക്വിഡ് അസറ്റ്സ് ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് includes motivation of person to purchase something, perception, learning, beliefs and attitude of person. നെക്സ്റ്റ് ഈ കാര്യങ്ങളെല്ലാം ഒരു ബയറിനെ അഫക്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ മേജർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈയിങ് ബിഹേവിയർ. ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈയിങ് ബിഹേവിയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനൊരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ദെയർ ആർ ഡിഫറെൻറ്റ് അതർ ഫാക്ടേഴ്സ് ഓൾസോ. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഉണ്ടായ COVID-19 സിറ്റുവേഷൻ അനുസരിച്ച് കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ മാറുകയാണ്, ടോട്ടലി മാറുകയാണ്. മാസ്ക്, സാനിറ്റൈസർ, അതൊക്കെ സാധാരണ വല്ലപ്പോഴും ചിലപ്പോൾ ഡോക്ടേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് സാനിറ്റൈസേഴ്സ് ഒന്നും. വല്ലപ്പോഴും നമ്മൾ സാധാരണക്കാരൊക്കെ ഉപയോഗിക്കാമെന്ന് പറയും. അപ്പോൾ അതൊക്കെ സ്ഥിരം എല്ലാവരുടെയും കയ്യിലായി. അങ്ങനെ കുറച്ച് ആവശ്യങ്ങളുണ്ടായി.
അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സിനെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ചില ആപ്ലിക്കേഷൻസ് ഒത്തിരി നമ്മൾ എന്താണ് അതുമായിട്ട് റെഗുലറൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മൊബൈൽ, ടാബ്, കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള പല ആവശ്യങ്ങളും നമുക്ക് വളരെ അത്യാവശ്യങ്ങളായി മാറി. ആവശ്യങ്ങളായിരുന്നത് അത്യാവശ്യങ്ങളായി മാറി. അപ്പോൾ അതെല്ലാം ഓർഗനൈസേഷൻ, ഇപ്പം നാച്ചുറൽ കലാമിറ്റീസ് പോലും അല്ലെങ്കിൽ ഇതുപോലുള്ള ചില സിറ്റുവേഷൻസ് പോലും ഓർഗനൈസേഷൻസ് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം അതെല്ലാം കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യും. ആ കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ബേസിൽ വേണം അവരുടെ പ്രോഡക്ട്സിനെ ഡെവലപ്പ് ചെയ്യാനും അടുത്തതായിട്ട് ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് പുതിയ ഒരെണ്ണത്തിനെ മോൾഡ് ചെയ്തെടുക്കാനും എല്ലാം ഈ കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യും. കൺസ്യൂമർ ബിഹേവിയറിനെ ബേസ് ചെയ്ത് വേണം. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വളരെ റീസണബിൾ, ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം ഓർഗനൈസേഷൻസ് സ്റ്റഡി ചെയ്യാൻ. സോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് portion, that is major factors influencing buying behavior, consumer behavior and factors influencing consumer behavior. Thank you.